ഇനി നമുക്ക് നോക്കാം. നിങ്ങളുടേത് ഒരു അൺഎക്സ്പ്രസ്ഡ് ലവാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇഷ്ടമാണെന്ന്, നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇഷ്ടമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഒന്നിച്ച് കുറച്ച് എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആദ്യത്തെ കുറച്ച് കാർഡ്സ് ഞാൻ എടുക്കുകയാണ്. കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ, എംപ്രസ്, പേജ് ഓഫ് സ്വാർഡ്സ്, 7 of Pentacles, 2 of Wands, 8 of Wands, 4 of Cups, 7 of Cups and Hierophant. ഓക്കെ, ഇവിടെ തടസ്സം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അവർക്ക് നിങ്ങളോട് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ അവരാഗ്രഹിക്കുന്നത് എന്നുള്ളതും ഇവിടെ മനസ്സിലായി കേട്ടോ. ആവാനുള്ള കാരണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ലൈഫിലുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അറ്റ് പ്രസൻറ്റ് അവർ നിങ്ങളെ ഒരുപാട്, ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് ഇവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും മിററിങ് എനർജി ആയിട്ടാണ് എനിക്കിവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു കെയർ, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, ആ ഒരു ഫീല് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായി ചിന്തകൾ ഇവർക്ക് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്യുമ്പോഴും ഇവർ ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്. അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്ന് കാണുന്നു. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾ വന്ന് മാത്രമേ വേറൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അവിടെ നിന്നും വന്ന് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ട്രാവൽ അവിടെ ആവശ്യമാണ് നിങ്ങളെ കാണണമെങ്കിൽ. ഇവരുടെ അടുത്ത ആക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പരമാവധി ഒരു 2 വീക്സിൻ്റെ അകത്ത് നിങ്ങൾ തമ്മിൽ കാണുന്നതായും സംസാരിക്കുന്നതായും കാണുന്നുണ്ട്. എക്സ്പ്രഷൻ വരുന്നുണ്ടോ, എക്സ്പ്രഷൻ ഓഫ് ലവ് അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ. അവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് വരുന്നുണ്ടോ, എക്സ്പ്രഷൻ ഓഫ് ലവ് ഇവരുടെ ഇടയിൽ വരുന്നുണ്ടോ? ഇവർ തമ്മിൽ കാണുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ലവ് വരുന്നുണ്ടോ? ചിലർക്ക് അവർ എക്സ്പ്രസ് ചെയ്യും കേട്ടോ, ചിലർ മിണ്ടാതിരിക്കുകയും ചെയ്യും. ഒരു കേസ് ബൈ കേസ് സിനാറിയോ ആണ്. ചിലർ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ചിലർ